ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പർവ്വത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പുതിയ ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ ജില്ലയുടെ സഹഭരണാധികാരി ശ്രീ ബാലമുരളി അവർകൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷ് അവർകൾ, പുതുതായി തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ മുക്കമ്പാലമൂട് ബിജു അവർകൾ, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ തകടി അപ്പുകുട്ടൻ അവർകൾ, വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും പേര് ഞാൻ സമയക്കുറവ് കാരണം ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം എനിക്ക് 5 മണിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. ഒരു വലിയ നിര നേതാക്കന്മാർ ഈ വേദിയിൽ ഉണ്ട്. അതുപോലെ പാർട്ടിയുടെ 5 നിയോജക മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ളത്ര അംഗങ്ങളുള്ള മറ്റൊരു പാർട്ടിയും ലോകത്തെവിടെയുമില്ല. മാത്രമല്ല, കഴിഞ്ഞ 3 തവണയായി ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ശക്തനായിട്ടുള്ള നേതാവായി ഇരിക്കുമ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന തലം തൊട്ടുള്ള പ്രവർത്തനം, ബൂത്ത് തലം തൊട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. കാരണം ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിന്, ആ ബന്ധത്തിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കേണ്ട ഘടകമാണ് പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീ നരേന്ദ്രമോദിജി. അങ്ങനെ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയിലേക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാ ജനാധിപത്യ പ്രക്രിയയിലും പൂർത്തിയാക്കിക്കൊണ്ടാണ് ആ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെത്തട്ടിൽ തൊട്ട് ബൂത്ത് തലം തൊട്ട് ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയിലൂടെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്ന, രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലുമുള്ള ഈ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം അതിന്റെ 3ാം ഘട്ടം എന്നുള്ള നിലയിൽ ആണ് ജില്ലാ തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ റവന്യൂ ജില്ലയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം നമ്മൾ തിരുവനന്തപുരം, എറണാകുളം,
കോഴിക്കോട് ഇതുപോലെയുള്ള കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം നഗരം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് നഗരം റൂറൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് നമ്മൾ റവന്യൂ ജില്ലാടിസ്ഥാനത്തിലേക്ക് അതിന്റെ പ്രവർത്തനം മാറ്റുകയും ചെയ്തു. പക്ഷെ ഈ തവണത്തെ സംഘടനാ പർവത്തിന്റെ ഭാഗമായി കേരളത്തിൽ നമ്മൾ ജില്ലകളുടെ ഒരു പുനഃക്രമീകരണം നടത്താൻ തീരുമാനിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വികാസം, പാർട്ടിയുടെ വളർച്ച, ആ വളർച്ചയുടെ ഭാഗമായി ഈ പ്രക്രിയ മറ്റ് പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ തവണ നമ്മൾ ശരാശരി 10 ലക്ഷം വോട്ടർമാർ, 10 ലക്ഷം വോട്ടർമാർക്ക് ഒരു ജില്ല എന്നുള്ള ഒരു മാനദണ്ഡം, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വിവിധ ജില്ലകളെ വിഭജിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന 14 റവന്യൂ ജില്ലകളുടെ സ്ഥാനത്ത് 30 സംഘടനാ ജില്ലകൾ എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഈ തീരുമാനം എടുത്തപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ജില്ലക്ക് എന്ത് പേരിടണം. കാരണം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഒറ്റ ജില്ല, മറ്റേത് നെയ്യാറ്റിൻകര ജില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ആറ്റിങ്ങൽ ജില്ല എന്ന് പറയുക. പാർട്ടി സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തു, തിരുവനന്തപുരം എന്നുള്ള പൊതുനാമം അതിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം എല്ലാ ജില്ലകളും ഉണ്ടാകേണ്ടത്. അത് മറ്റു ജില്ലകളിലും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം നോർത്ത്, അങ്ങനെയുള്ള 3 ജില്ലകളാക്കി തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരം എന്നുള്ള പൊതുനാമം, ആ പൊതുനാമം ഈ 3 ജില്ലകളുടെയും സംഘടനാ സംവിധാനങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തിരുവനന്തപുരം സൗത്ത് ജില്ല എന്നുള്ള നിലയിൽ പുതുതായിട്ട് രൂപീകരിക്കപ്പെടുന്ന ജില്ലയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ജില്ലയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലം ഉൾപ്പെടെ ഈ ജില്ലയിലുണ്ട്. ധാരാളം പ്രവർത്തകരുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ. വർഷങ്ങളായിട്ട് നമുക്ക് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള സ്ഥലങ്ങളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ബ്ലോക്കിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ വിജയിക്കാൻ സാധ്യതയുള്ള നിരവധി പഞ്ചായത്തുകൾ, ഡിവിഷനുകൾ, എന്റെ അഭിപ്രായത്തിൽ ബ്ലോക്കുകൾ അടക്കമുണ്ട്. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി സ്ഥിരമായിട്ട് പലപ്പോഴും കുറച്ച് സീറ്റ് കിട്ടുന്ന പാർട്ടി എന്നുള്ളതിന് പകരം തിരുവനന്തപുരം ജില്ലയിലെ 3 പ്രധാന ശക്തികളിൽ ഒന്നായിട്ട് മാറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ സംഘടനാ സംവിധാനം രൂപീകരിക്കപ്പെടുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇന്നിപ്പോ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഈ സൗത്ത് ജില്ലയുടെ ഭാഗമാണ്. തീരദേശമുണ്ട്, അതേസമയത്ത് മലയോര മേഖലയുണ്ട്. മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, വന്യജീവികളുടെ ഉപദ്രവം എന്ന് പറയാവുന്ന തരത്തിൽ കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, മലയോര മേഖലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, തീരപ്രദേശത്തുള്ള ജനങ്ങൾ നേരിടുന്ന നിരവധി വിഷയങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, കാർഷിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപക്ഷെ തിരുവനന്തപുരം നഗര ജില്ലക്ക് ഇല്ലാത്ത നിരവധി ജനകീയ പ്രശ്നങ്ങൾ, ആ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ
ഈ ജില്ലക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ടീമിന് നേരിടേണ്ടി വരും. ഒരു സംഘടനാ ജില്ല എന്നുള്ള നിലയിൽ റവന്യൂ ജില്ല മുഴുവൻ ഒരുമിച്ചായിരുന്ന സമയത്ത് രാജേഷ് സംഘടനാപരമായിട്ടുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ സൂചിപ്പിച്ചു. പാർട്ടി പ്രവർത്തകരുടെ മരണവും കല്യാണവും തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ. അതുമാത്രമല്ല, അതിനപ്പുറത്ത് ജനകീയ പ്രശ്നങ്ങൾ, നിരവധി ജനകീയ പ്രശ്നങ്ങൾ, ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ ആവശ്യമുള്ള ജനകീയ പ്രശ്നങ്ങൾ, ആ ജനകീയ പ്രശ്നങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്ര വൈവിധ്യമുള്ള പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം നഗരത്തിലെ പ്രശ്നമല്ല പറശ്ശാലയിൽ ഉണ്ടാവുക, ആ പ്രശ്നമായിരിക്കില്ല കള്ളിക്കാട് ഉണ്ടാവുക, അതേപോലത്തെ പ്രശ്നമായിരിക്കില്ല വിതുരയിൽ ഉണ്ടാവുക, അതിന് സമാനമായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല ബാലരാമപുരത്ത് ഉണ്ടാവുക. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ. ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി അതത് ദിവസം മാധ്യമങ്ങളിൽ വരുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ, റോഡില്ലാത്തതും കുടിവെള്ളമില്ലാത്തതും തൊട്ട് ഉള്ള നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഞാനൊരു പട്ടിക തയ്യാറാക്കാറുണ്ട്. ഇത്രയും കാലം ആ പട്ടിക തയ്യാറാക്കി എൻ്റെ കയ്യിൽ വെക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇനി ആ പട്ടിക കൈമാറാനുള്ള ആളുകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഈ പ്രശ്നങ്ങളാണ് നമുക്കിനി ജനങ്ങളുടെ സമീപിക്കാൻ, ജനങ്ങളുടെ മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം അല്ലെങ്കിൽ ഏരിയ പഞ്ചായത്ത് തലം തൊട്ട് ജില്ലാ തലം വരെയുള്ള പ്രവർത്തക നിരക്ക് നേരിടാനുണ്ട്. കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ മാനസികമായി തിരസ്കരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അഴിമതിയുടെ ഉദാഹരണങ്ങൾ പാലക്കാട് ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നത് തൊട്ട് കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിലുള്ള അഴിമതി വരെയുള്ള നിരവധി വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ അതിന് പകരം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM സർക്കാരിന് പകരം ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ജനങ്ങളുടെ മുന്നിലില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നിയമസഭയിൽ എടുക്കുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കും, ഒരു പ്രസംഗം നടത്തും, ചർച്ച അനുവദിക്കാതിരിക്കുമ്പോൾ ഒരു വോക്കൌട്ട് നടത്തും, അതോടുകൂടി അവരുടെ പ്രതിഷേധം അവസാനിച്ചു. പാർലമെന്റിൽ അവർ ചെയ്യുന്നത് എന്താ? പാർലമെന്റിൽ സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ സഭാ നടപടികൾ ദിവസങ്ങളോളം തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. അഴിമതിയുടെ പേരിലല്ല, സ്വജനപക്ഷപാതത്തിന്റെ പേരിലല്ല, കോൺഗ്രസിന് ജനങ്ങൾ തിരസ്കരിച്ചതിന്റെ കെറിവ് തീർക്കാൻ വേണ്ടി. പ്രധാനമന്ത്രിയുടെ നേരെ മുന്നിൽ പോയി നിന്ന് 1.25 മണിക്കൂർ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പിണറായി വിജയന്റെ മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാ? കാരണം അതിനുള്ള ധൈര്യമുള്ള പ്രതിപക്ഷമില്ല. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ധാരണയിലാണ്, ഞങ്ങൾ ഇത്രയും മാത്രമേ ചെയ്യുള്ളൂ. പ്രധാനമന്ത്രിയുടെ മുന്നിൽ 1.25 മണിക്കൂർ മുദ്രാവാക്യം വിളിച്ച് പ്രസംഗം തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് നിയമസഭയിൽ വരുമ്പോ വളരെ അനുസരണയുള്ള പൂച്ചയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിരുന്ന സാഹചര്യം നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തുകൊണ്ട് വീണ്ടും CPM ഭരണത്തിലേക്ക് വന്നു? CPM സർക്കാരിന്റെ ജനപ്രീതി കൊണ്ടല്ല ഭരണത്തിൽ വന്നത്.
CPM-ന്റെ സർക്കാരിന് പകരം കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നാൽ കേരളത്തിൽ ആരായിരിക്കും ആ ഭരണത്തിൽ പിടിമുറുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുള്ള ജനവിഭാഗങ്ങൾ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവര് CPM വരട്ടെ എന്ന് തീരുമാനമെടുത്തു. ഇപ്പം മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങൾ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശങ്കയിലാണ് CPM-ന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. ആ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വന്നില്ലെങ്കിൽ ഉണ്ടാകും. കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കം ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകേണ്ടത് ആരാണ് എന്നുള്ളതിന്റെ തർക്കം ഇതിനേക്കാൾ എത്രയോ വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ ജനങ്ങൾ തിരസ്കരിക്കുമ്പോഴും പകരം ആര് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം, ആ ചിത്രം ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി, ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് CPM-നെ മാറ്റി ആ സ്ഥാനം എടുക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് നേതൃത്വം നൽകാൻ ഇത്രയും കാലം ഒരു ജില്ലാ പ്രസിഡന്റിന് ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ, 78 പഞ്ചായത്തുകൾ, ഈ പഞ്ചായത്തുകളൊക്കെ നേരിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ 3 ജില്ലകളിലായിട്ടുള്ള 3 ജില്ലാധ്യക്ഷന്മാർ അവർക്ക് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തനം, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം, ജില്ലാ ഡിവിഷൻ പ്രതിനിധികളുടെ പ്രവർത്തനം, ഈ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങൾ, 2 ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ടുള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ, 3 തിരുവനന്തപുരത്തും 2 ആറ്റിങ്ങലിലും. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങൾ, ആ 3 മണ്ഡലങ്ങളിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പരാജയത്തിലേക്ക് നീങ്ങുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിയിലെ 4 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമ്പോഴും അത് മുഴുവൻ ഇല്ലാതായി പോകുന്നത് നമ്മുടെ ഈ ജില്ലയിൽ ഉൾപ്പെടുന്ന പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയും ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ വോട്ടെണ്ണുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പഞ്ചായത്തിൽ, തിരുപുറം പഞ്ചായത്തിൽ, അവിടുത്തെ പ്രവർത്തകരോടിരുന്ന് സംസാരിച്ചപ്പോൾ ഏതാണ്ട് 8000 വോട്ടിന്റെ ലീഡാണ് അവിടെ ആ ഒരു പഞ്ചായത്തിൽ മാത്രം കോൺഗ്രസിന് ലഭിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന പാർട്ടിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസവും ബോധ്യവും അവർക്ക് നൽകാൻ നമുക്ക് കഴിയണം. അങ്ങനെ വന്നാൽ തിരുവനന്തപുരം ലോക്സഭ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കുക നമ്മുടെ ജില്ലയുടെ, തിരുവനന്തപുരം സൗത്ത് ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ നമുക്ക് എപ്പോഴാണോ ഇപ്പോഴുള്ള ഈ വലിയ വ്യത്യാസം
ആ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാൻ കഴിയുക, അവിടെ ആ മണ്ഡലങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക, അപ്പോഴാണ് നമുക്കതിൽ മാറ്റം വരുത്താൻ കഴിയും. ഇതേപോലെയാണ് ആറ്റിങ്ങലിലെ 2 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ നമ്മൾ ഇത്തവണ 1ാം സ്ഥാനത്ത് വന്നു. നമ്മുടെ മുന്നിലുള്ള വിഷയം നിയമസഭയിൽ ആ നേട്ടം ആവർത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ലോക്സഭയിൽ ജയിച്ചു, അല്ലെ, ലോക്സഭയിൽ 1ാം സ്ഥാനത്ത് വന്നു. നിയമസഭയിൽ ആ നേട്ടം നിലനിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരു ജനപ്രതിനിധിയെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ നടപ്പിലാവുക ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന പാർട്ടിയാണ് എന്നുള്ള ബോധ്യം വരണം. ആ ബോധ്യമുണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലാണ്. അതിൽ നമ്മുടെ ശ്രദ്ധ തുടർന്നും ഉണ്ടാവണം. പക്ഷെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെടരുത്. ഒരു പഞ്ചായത്തിൽ 7ഉം 6ഉം 7ഉം ഒക്കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടാവുമ്പോഴും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ ജയിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ ജയിക്കുക മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ, ജില്ലാ പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ, ജില്ലാ പഞ്ചായത്തിന്റെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചോളം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഈ സൗത്ത് ജില്ലയിൽ നമ്മൾ പ്രവർത്തനത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നെയ്യാറ്റിൻകര നഗരസഭ നമ്മൾ നല്ല മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച ഒരു നഗരസഭയാണ്. അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തമാണ് ഈ പുതിയ സംഘടനാ പർവത്തിലൂടെ പുതുതായിട്ട് ചുമതലയിലേക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളത്. നേരത്തെ ചുമതലയുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മാറി പുതിയ ആളുകൾ വരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ രീതി എന്ന് പറഞ്ഞാൽ തുടർച്ചയോടൊപ്പം അതിൽ ചില പുതുമയും ഉണ്ടാവുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു, അതിന്റെ തുടർച്ചയുണ്ടാകുന്നു, അതോടൊപ്പം ചില പുതിയ ആളുകൾ കൂടി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കരമന ജയൻ ചുമതലയെടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, ജില്ലാ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ടീമിന്റെ ക്യാപ്റ്റനാണ്. 11 പേരുള്ള ഫുട്ബോൾ ടീമിൽ ക്യാപ്റ്റൻ വളരെ നല്ല ആളായതുകൊണ്ട് മാത്രം ടീം ജയിക്കില്ല. ആ ടീമിലുള്ള അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പരസ്പര ധാരണയോടുകൂടി കളിക്കുന്നവരാണ്. പരസ്പര ധാരണയോടുകൂടി കളിക്കണം. എല്ലാവരും നല്ല ആൾക്കാരായത് കൊണ്ട് കാര്യമില്ല, എല്ലാവരും നല്ല കളിക്കാരാണ്. പക്ഷേ പരസ്പര ധാരണ വേണം. ഞാൻ പാസ് ചെയ്യുന്ന ബോള് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടുന്നതിന് പകരം എതിരാളിയുടെ കാലിലാണ് അത് ചെല്ലുന്നതെങ്കിൽ പരസ്പര ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിന് നേതൃത്വം നൽകാൻ അനുഭവ സമ്പത്തുള്ള ഒരാള് ഈ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനാകുന്നു. ഞാൻ 2006 സംസ്ഥാന ഉപാധ്യക്ഷനായ കാലം തൊട്ട് മുക്കമ്പാലമൂട് ബിജുവിനെ അറിയാം. വളരെ ഇരുത്തം വന്ന രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് എനിക്ക് മുക്കമ്പാലമൂട് ബിജുവിനെ കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ സജീവമായിട്ടുള്ള തരത്തിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും ബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ, എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മുക്കമ്പാലമൂട് ബിജുവിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവൻ ഈ ജില്ലയിൽ ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രകടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ഈ ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ മുഴുവൻ കളിക്കാരെയും മുഴുവൻ ആളുകളെയും ആ ടീമിനെ മുഴുവൻ
പരസ്പര ധാരണയോടുകൂടി ഒത്തൊരുമയോടുകൂടി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ ജില്ലയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിക്ക് സജീവമായിട്ടുള്ള നേതൃത്വം നൽകിയ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷിന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ചുമതലകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.